തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്ന കേരളത്തിൽ അരങ്ങേറിയിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ അറിയാം. കേരളത്തിനകത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണ ജനങ്ങൾ, സർക്കാർ ആശുപത്രിയിലേക്ക് കടന്നുപോകുന്ന ജനങ്ങൾക്ക് കൃത്യമായി ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് കത്രികയൊക്കെ വെച്ച് മറക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതികരിക്കുക എന്നത് KSU എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ അവകാശവുമാണ്. ആ അവകാശം നിറവേറ്റിയതിന്റെ പേരിലാണ് ഇന്ന് കേരളത്തിന്റെ ഓരോ മേഖലകളിലും CPM എന്ന് പറയുന്ന കിരാത പ്രസ്ഥാനം ഇന്ന് വലിയ അക്രമം അഴിച്ചിട്ട് കടന്നു പോകുന്നത്. നമുക്കറിയാം, കേവലം ഒരു പ്രതിഷേധത്തിന്റെ മുന്നിലാണ് ആരോഗ്യമന്ത്രിക്ക് കരിങ്കൊടിയുമായിട്ട് കടന്നുപോയ KSU പ്രവർത്തകർ. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്, KSU പ്രവർത്തകർ ഒരു 5ഓളം വരുന്ന KSU പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന്റെ അകത്തൊരു പ്രതിഷേധമായി കടന്നുപോയതിന്റെ പേരിൽ കേവലം ഒരു കരിങ്കൊടി ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ് ആരോഗ്യമന്ത്രിയുടെ പെടലി അങ്ങ് ഉളുക്കിപ്പോയെന്നാണ് കേരളത്തിലെ CPMന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഗോവിന്ദൻ മാഷ് അടക്കമുള്ള നേതാക്കന്മാർ പറയുകയാണ്. ഞങ്ങൾ ഒരു കരിങ്കൊടി വീശിക്കൊണ്ട് ഒരു വായുവിൽ വെച്ച് ഈ പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഈ പറയുന്ന CPMന്റെ വാദം. കേരളത്തിൽ CPMമാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അരിയാഹാരം കഴിക്കുന്ന ഒരു ജനതയും ഇത് വിശ്വസിക്കില്ല എന്ന കാര്യം നമ്മളൊക്കെ അറിഞ്ഞതാണ്. നമ്മൾ ആ ഒരു മന്ത്രിക്ക് എന്ത് പറഞ്ഞാലും കേരളത്തിലെ ഇത്രയും സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിലെ ഈ ഒരു മന്ത്രി ഏറ്റവും മികച്ച ഒരിക്കലും ഒരു ആരോഗ്യമന്ത്രിയായിട്ട് ഞങ്ങൾ ഒരിക്കലും അവരെ കാണുന്നില്ല. ഇന്നലെ വരെ അവർക്കെതിരെ ആരോഗ്യമന്ത്രി ആയതിന്റെ പേരിലാണ് KSU പ്രതിഷേധം നടത്തിയത്. എന്നാൽ ഇന്ന് KSU മറ്റൊരു പ്രതിഷേധത്തിന് കൂടി നിർബന്ധിതമാകുകയാണ്. ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മോണാക്റ്റിലൊക്കെ വലിയ അവാർഡ് വാങ്ങിയ ആളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഇനിയും കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന മേഖല ആരോഗ്യ മേഖലയല്ല, നിങ്ങൾക്ക് സിനിമാ രംഗം തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ പണിയെന്ന് നിങ്ങൾ തെളിയിച്ചു. അതിനുള്ള ഒരു അവാർഡ് നൽകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്കറിയാം, ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിക്കൊണ്ട് ഗവൺമെന്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന മന്ത്രി ഇന്ന് രാവിലെ മുതൽ കാണാനില്ല എന്നാണ് പുതിയ വാർത്ത. മന്ത്രിയെ കാണാനില്ല. ഞങ്ങളല്ലെങ്കിൽ ഈ ഒരു അവാർഡ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ നൽകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് പുലർച്ചെ 4 മണി മുതൽ ആ കിടക്കയിൽ തൊട്ടു മുന്നേ വരെ അവിടെയുള്ള സഖാക്കളായിട്ടുള്ള നഴ്സുമാർ അവർ പങ്കുവച്ച ആ ഒരു ഫോട്ടോ നമ്മൾ കണ്ടതാണ്. അവർ സെൽഫി എടുക്കുമ്പോൾ വളരെ തൊട്ട് മുന്നേ വരെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന വീണ ജോർജ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ സെൽഫിക്ക് പോസ് ചെയ്യുന്ന രംഗം കണ്ടതാണ്. നമ്മൾ വിചാരിച്ചത് ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആവുമെന്നാണ്. എന്നാൽ പുലർച്ചെ തന്നെ ഡിസ്ചാർജ് ആയി. കേരളത്തിന്റെ ആരോഗ്യ മേഖല വളരെ മികച്ചതാണെന്ന് ഇവർ അവകാശപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ കേരളത്തിലെവിടെയോ എങ്കിലും ആണോ എന്നറിയില്ല. അതുകൊണ്ട് അമേരിക്കയിൽ പിണറായി വിജയൻ പോയതുപോലെ അമേരിക്കയിലേക്കാണോ യാത്ര ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും കേരളത്തിലേക്കാണ് തിരിച്ചെത്തേണ്ടതെന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് ഇനി കുറച്ചു മാസം മാത്രം ആ സ്ഥാനം, ഇനി ഒരു MLA ആയിട്ട് തന്നെ താങ്കൾ തുടരാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്ക് എന്തായാലും അക്കാര്യത്തിൽ സംശയമുണ്ട്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അവാർഡ് ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ അവാർഡ് നൽകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ അവാർഡ് നിങ്ങൾക്ക് പോസ്റ്റലായിക്കൊണ്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റലായിക്കൊണ്ട് ആ അവാർഡ് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കുള്ള ട്രോഫിയും അതുപോലെ തന്നെ വായുവിൽ പരിക്കേറ്റുകൊണ്ട് പെടലി തകർന്നുപോയ ആ ആരോഗ്യമന്ത്രിക്ക് തുടർ ചികിത്സക്കായി ആവശ്യമായ ആരോഗ്യമന്ത്രിക്കുള്ള സാമഗ്രികളും KSU ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരികയാണ്. ആ ഒരു കാര്യം ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് നിർവഹിക്കുന്നതിന് വേണ്ടി കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫറ മുണ്ടേരിയെ ക്ഷണിക്കുകയാണ്.